പ്രേക്ഷകരെ കാത്ത് ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് ഇരിക്കുന്നത്. ഒപ്പം പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരും. ഇന്നത്തെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. ഇപ്പൊ തന്നെ മീനൂട്ടം പ്രതീക്ഷിക്കണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇരുന്നോണ്ട് പറയും മീനൂട്ടം ഭയങ്കര ചുന്ദരിയാണ്, രാജകുമാരിയെ പോലെ ഉണ്ടെന്ന് പറയണോ? ഓ, അതല്ലാതെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വലിയ രസമൊന്നും ഇല്ല. ആണോ? എന്നിട്ട് ഇങ്ങനെയല്ലല്ലോ ഇന്ന് വന്നപ്പോ എന്നോട് പറഞ്ഞത്. വിഷമമായി. ആദ്യം പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറ. മീനൂട്ടൻ സുന്ദരിയാണ്, സുമുഖയാണ്, സൽസ്വഭാവിയാണ്. അത്ര മതിയോ? സുമുഖിയാണ്. ഇല്ല, മധുവങ്ങൾ അവസരം തരുന്നു. അത്രല്ലേ ഉള്ളൂ ആര്യ ചേച്ചിക്ക്. ബുദ്ധിമതിയാണ്. മൊത്തം പറയണ്ടേ? ഓ, ഇനിയുണ്ടോ? ഇനിയുണ്ട്. തിളങ്ങുന്നുണ്ട് ഇന്ന്. നല്ല റോസി ചീക്സ് ആണ്, സുന്ദരിയായിരിക്കുന്നുണ്ട്. നന്ദിയുണ്ടേ. ഇനി മധുവങ്ങൾ ഞാനും പുകഴ്ത്തണോ? അതെ, വേണം. ചോദിച്ചു വാങ്ങിക്കാറില്ല ആരും പുകഴ്ത്തല്. ഒക്കെ നാച്ചുറൽ ആയിട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന. അത് രാവിലെ കഴിഞ്ഞു. ഓൾറെഡി ഹൃദയത്തിൽ നിന്ന് വന്നല്ലോ. ഒന്നുകൂടെ എടുത്തിട്ടാ ഞാൻ പറയാം. എന്തൊരു സുന്ദരിയാ മീനൂട്ടി. ആ ഉടുപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മുടെ പണ്ടത്തെ എന്താ ആ പാട്ടെന്താ? മീനൂട്ടി പാട്ടുകാരിയാക്കി. കണ്ടോ, അങ്ങനെ പുകഴ്ത്തി എന്തൊക്കെ ആ പാട്ടാണ് ഇന്നീ തീരം തേടും. തിരയുടെ പാട്ട് അതൊക്കെ കളിക്കാൻ നല്ലതാ. ഇപ്പൊ അങ്ങനത്തെ പല പാട്ടുകളും ഇന്ന് വരുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് മൂന്നാക്ക് അതുപോലെ ആര്യയുടെ ഉടുപ്പം നോക്കിയേ. ആര്യ ചേച്ചി സ്പെഷ്യലാ ഇന്ന്. ഞാൻ വെച്ചു ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു. മയിലിന്റെ കളറാ, മയില്. മൂന്നാക്ക് സുഖല്ലേ? കുറച്ച് ജലദോഷത്തിന്റെ അസ്കിത ഉണ്ട്. അത് പുറത്ത് പറയണ്ട, ആർക്കും മനസ്സിലാവൂല. MJ അങ്കിളാണെങ്കിൽ മെലിഞ്ഞു കുറച്ചുകൂടെ. അത് ആർക്കും തോന്നിയില്ല. അല്ലെങ്കിൽ മെലിഞ്ഞു അല്ലേ MJ അങ്കിൾ? മെലിഞ്ഞു. മധുരം ഒന്നും കഴിക്കാറില്ല. ഓ, ഫുൾ ഇവിടുത്തെ മുട്ടായി ഒന്നും കഴിക്കാറില്ല. തോനെ തിന്നോണ്ടില്ല, ശരിക്കും കഴിക്കാറില്ല. അതെ അതെ, ഗുഡ് ബോയ് ആയിട്ട് ഡയറ്റ് ചെയ്യുന്നത് MJ അങ്കിൾ മാത്രം. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അതെ അതെ, അത് അറിയാനുണ്ട് നമുക്ക്. സുഖകരം, ശാന്തം. ഓക്കെ, അങ്ങനെ ശാന്തമാവാനായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓക്കെ, നമ്മുടെ എസ്തർ കുട്ടിയാണ് ഒരു സൂപ്പർ സോങ്ങുമായിട്ട് എത്തുന്നത്. വിളിച്ചാലോ? വിളിക്കാം. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടോ വരുന്നത്. എല്ലാ പ്രാവശ്യം വരുന്ന പോലെ വലിയ ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെയല്ലേ? കുറച്ച് കൊടൈക്കനാലിലൊക്കെ പോയി ഭയങ്കര തണുത്ത് വിറച്ചാണ് ഒരാൾ വരാൻ. കമ്പിളി പുതപ്പ്. നമ്മുടെ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. കൊടൈക്കനാലിലേക്ക് ഇടുന്ന പോലത്തെ വേഷമാണ് ഇട്ടേക്കണത്. ഹായ് എസ്തർ കുട്ടാ. ഭയങ്കര തണുപ്പാണോ കുഞ്ഞിന്? ആണ്, ഭയങ്കര തണുപ്പായി. എവിടുന്നാ വരുന്നേ? ഞാൻ സ്വെറ്റർ മറന്നു. അതെ, തണുക്കുണ്ട്. കമ്പിളിപ്പുതപ്പ് കൊടുക്കോ? തണുപ്പ് കൂടുതലാണെങ്കിൽ ഇത് തരും. ഈ ഷോൾ കൊടുക്കോ? ഞാൻ നേരത്തെ ചോദിച്ചാ എനിക്ക് തന്നില്ലല്ലോ. ആര്യ ചേച്ചിയെ കണ്ടിട്ട് ആ ഷോളും കൂടി തോന്നിയില്ല. ശബ്ദമൊക്കെ സൂക്ഷിക്കണട്ടാ, കൊടൈക്കനാലാണ് തണുപ്പുണ്ട്. പാട്ടേതാണ്? മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ. ഏത് വർഷാണ്? സിനിമ ഏതാണ്? കൊടൈക്കനാല്. പിന്നെ മ്യൂസിക് രാജാമണി സാർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ, പാടിയത് MG ശ്രീകുമാർ സാർ. വർഷം 1992. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ, നിന്നൊഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ, പൂത്തമാമരം നേർത്ത താമരം, വീശി വീശി ഞാനുറങ്ങി അലസ സരസ സുഗത ശയനം. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ, നിന്നൊഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ.
സുഗത ശയന മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നിന്നൊഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ പാടിടുന്നു ഞാൻ പുതിയ ഗാഥകൾ എൻ്റെ പാട്ടുമേറ്റു പാടുമീ കൊടൈക്കനാൽ പൂത്ത മാമരം നേർത്ത താമരം വീശി വീശി ഞാനുറങ്ങി അലസ സരസ സുഗത ശയന മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നിന്നൊഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ പൂത്ത മാമരം നേർത്ത താമരം വീശി വീശി ഞാനുറങ്ങി അലസ സരസ സുഗത ശയന മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നിന്നൊഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ വെരി ഗുഡ് വെരി ഗുഡ്. എസ്തറൂട്ടി എങ്ങനെ പാട്ട് പാടി? നന്നായിട്ട് പാടി. വയലിനൊക്കെ വായിച്ചല്ലോ ഇടയ്ക്ക്, ഇഷ്ടമായോ? മൈക്ക് വെച്ചിട്ട് വയലിൻ വായിച്ചു ഇങ്ങനെ. ആക്ഷൻ ആയിരുന്നു. അതെ അതെ ഒരു രക്ഷയില്ല. ഈ പാട്ടിനൊരു ഉമ്മ കൊടുത്തല്ലേ? കൊടുത്തു. ആറ് കൊടുത്തു? എസ്തർ കുട്ടി കൊടുത്തു. ഞാൻ കൊടുത്തു. ഇതിൽ പറഞ്ഞ കാലം ഉമ്മ തന്ന പാട്ടുകൾ എന്ന് പറയുന്നത്, ഈ പാട്ടുകളൊക്കെ നമ്മൾ ടോപ്പ് സിംഗറിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെ കാലം ഉമ്മ തന്ന പാട്ടുകളാണ്. അതിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണിത്. ഡബിൾ വാവ്. താങ്ക് യു. എന്താന്ന് വെച്ചാൽ സീറോ പാനിക് ഫുൾ മാജിക്. അതാണ് നമ്മുടെ എസ്തറൂട്ടിന്റെ ഒരു പ്രത്യേകത. താങ്ക് യു. നമ്മൾ ചിലരൊക്കെ ടെൻഷൻ അടിക്കും, അങ്ങനെയുള്ള. ഇവിടെ ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ആഹാ, പാട്ടാണോ? ഇപ്പൊ കാണിച്ചു തരാമേ. ഇപ്പൊ ശരിയാക്കി ഇപ്പൊ തരാം. ശരിയാക്കി തരാം. എങ്ങനെയാണ് എസ്തർകുട്ടി ആദ്യം വളരെ സീരിയസ് ആയിട്ടാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് ആളങ്ങ് മാറും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഏകദേശം ഞാൻ കാണിച്ചു തരാം. എസ്തർകുട്ടി ഇപ്പൊ സീരിയസ് ആണേ. നമ്മള് അതെ അതെ ഒരു സെക്കൻഡിൽ ആള് ആർട്ടിസ്റ്റ് ആവും. അതെ. പിന്നെ ബീജം വരുമ്പോഴത്തേക്ക് ചില പുതിയ കൊറിയോഗ്രഫി ഒക്കെ കണ്ടല്ലോ. വയലിനാണോ? ആ വയലിൻ. വയലിൻ. അതെ. പിന്നെ ഈ പാട്ടിൽ എന്ന് പറഞ്ഞാൽ ആനയെ കരിമ്പിൻ തോട്ടത്തിൽ വിട്ട പോലെയാണ് വയലിൻ. സോളോ വയലിൻ. എല്ലാവരുടെയും സോളോ വയലിൻ ഇങ്ങനെ വാരി വെതറിയിരിക്കുകയാണ് രാജമണി ചേട്ടൻ, നമ്മുടെ ഫ്രാൻസി പൂക്കറായിട്ട് കലക്കി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 100% ഓർഗാനിക് പെർഫോമൻസ് ആയിരുന്നു. പ്രിസർവേറ്റീവ്സ് ഇല്ല. വെരി നാച്ചുറൽ. അതെ അതെ അതെ. അത്രയും നാച്ചുറലാണ്. ഒന്നിനും കൂടുതൽ കൊടുക്കുന്നില്ല, കുറവ് കൊടുക്കുന്നില്ല, അല്ലേ? ഞാൻ ഉരങ്ങിയോ എന്നാണ്, ഉരങ്ങി. ആ റാ കിട്ടുന്നില്ല. പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് പൂത്ത മാമരം നേർത്ത ചാമരം. അതെ അത് അവസാനത്തെ പല്ലേ, അത് ഒന്ന് പാടാമോ? നേർത്ത ചാമരം. ഓ ചാമരം. നേർത്ത ചാമരല്ലേ, അതാണ്. ഒന്ന് പഠിക്കോ. പഠിക്കോ. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നിന്നൊഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ പൂത്ത മാമരം നേർത്ത ചാമരം വീശി. നല്ല രസമുണ്ട്. അതാ നിർത്തി അവിടെ. അതാണ് തുടങ്ങിയ പോലെ പെട്ടെന്ന് കട്ടാക്കി നിർത്തുകയും ചെയ്യും. നിർത്തി കഴിഞ്ഞ പിന്നെ അപ്പൊ തന്നെ സീരിയസ് ആവും. സീരിയസ്. സ്പോട്ടിൽ. പാവക്കുട്ടി പാടിയതില് ആ കുളിർത്തടങ്ങളെ അതെങ്ങനെ പാടിയത്? സ്വാഗതം കൊടൈക്കനാൽ കുളിർത്തടങ്ങളെ. അവിടെ വ്യത്യാസമുണ്ട്. ഒരു നോട്ട് അങ്ങനെ ഒരു ക്രൊമാറ്റിക് ഒരു നോട്ടുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. അത് മാമരങ്ങളിൽ നിന്ന് സെക്കൻഡ് ചരണത്തിൽ വരുന്നില്ലേ, അവിടെയും അതുപോലെ ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടി നമ്മൾ കണ്ടെത്തണം. ഓക്കെ. പിന്നെ വേട്ടയാടും ആഴിയൂഴികൾ, അത് കൊള്ളായിരുന്നു കേട്ടോ.
താങ്ക് യു. സൂപ്പറായിരുന്നു. രണ്ടാമത്തെ ലൈൻ പാടാമോ? രുദ്രവീണ പാടി രുദ്രവീണമീട്ടി വന്നു നിത്യമൈനകൾ പുഷ്പ ആ സംഗതി ആ നോട്ട് എന്തോ ഒരു വ്യത്യാസമുണ്ട്. നിത്യമൈനകളുടെ നിത്യമൈനകൾ എന്നാണെന്ന് ഞാൻ കേട്ടത്. ആ അതുപോലെയാണെന്ന് തോന്നുന്നു. അങ്കിള് തോന്നലാണ്, ഒന്നുകൂടെ കേട്ടോണ്ടൊക്കെ അപ്പോഴേ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റൂ. അങ്കിള് പറയണത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് അങ്കിൾ. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്ന് വിചാരിച്ചോ. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഇത് പാടണം എന്നുള്ളതാണ്. പിന്നെ എന്തിനാ ചെവി പിടിക്കണേ? ചെവി ഇഷ്ടപ്പെടാത്തോണ്ടാണോ? അതല്ല, ശ്രദ്ധിച്ച് പാടാൻ വേണ്ടിട്ടാണോ? ശ്രദ്ധിച്ച് പാടറി പിന്നെ ഇപ്പൊ അങ്കിള് പാട്. മഞ്ഞക്കൂട്ടികൾ പിന്നലാട്ടികൾ. രസമുണ്ടോ കാണാനായിട്ട്? നല്ല നല്ല രസമുണ്ട്. അപ്പൊ രണ്ട് ചെവി നല്ല രസമുണ്ട്. അതെന്തിനായിരുന്നു എസ്തർകുട്ടി അങ്ങനെ പിടിച്ചത്? അത് രസമുണ്ടെന്ന്. വെള്ളി വീണുണ്ട്. മധു, അപ്പൊ പുതിയ പരിപാടി നമുക്ക് ഞാൻ ചെവി പിടിച്ച ട്രൈ ചെയ്യാൻ പോകും. വെള്ളി വീഴില്ല. മധുങ്ങളൊക്കെ ഇനി അങ്ങനെ പാടാൻ ഓക്കേ, അതൊരു ഉഗ്ര ടെക്നിക്കാണ് കേട്ടോ. താങ്ക് യു. ഇനി ഞങ്ങൾ ഫുൾ ടൈം ചെവി പിടിച്ചാ പാടും. കാരണം എപ്പോഴാണ് വെളി വരണം പറഞ്ഞു. കരുതല് വേണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊത്തം ഓർഗാനിക് പെർഫോമൻസ്, താങ്ക് യു, നോ പ്രിസർവേറ്റീവ്സ്. താങ്ക് യു. അത് നല്ല രസമായിരുന്നു. പിന്നെ തുടക്കത്തിൽ ആ ഡാൻസ് കഴിഞ്ഞിട്ടേ മൈക്ക് അടുപ്പിക്കാത്തോണ്ട് മഞ്ഞു കേട്ടില്ല, കേട്ടില്ല. കുട്ടികൾ തൊട്ടേ കേട്ടുള്ളൂ. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചു വേണേ. തുടങ്ങുമ്പോ എന്ത് ചെയ്യണം? മൈക്ക് അടുപ്പിക്കണം, കറക്റ്റായിട്ട് പാടി വരണം. ആ കൊറിയോഗ്രഫി മാത്രമല്ല, പാട്ടിലോട്ട് കയറുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഇങ്ങനെ വന്നാലേ അങ്ങനെ വരൂ, അപ്പോഴേ ഓഡിയൻസിന് ഇഷ്ടപ്പെടൂ, അല്ലേ? എസ്തർകുട്ടി, എന്തോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാടണ കാണാൻ. താങ്ക് യു. പൂത്ത മാമരം നേർത്ത ചാമരം വീശി വീശി ഞാനുറങ്ങിയ രസസരസ സുഖദ ശയനം. യെസ്, അപ്പൊ ആ ഭാഗത്തൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അനുപല്ലവിയുടെ പുൽത്തടങ്ങളെയും കരണത്തിന്റെ നിത്യമൈനകൾ, ആ സംഗതി ഇപ്പൊ എം ജി ഞങ്ങൾ പറഞ്ഞില്ലേ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് പൊടിയണിഞ്ഞു ശ്രുതി വസന്തകാല പറവയായി മാറിയ മനം സൂപ്പറായിരുന്നു. താങ്ക് യു. അതുപോലെ അതെ ഒരു രക്ഷയില്ല. അതെ, അതുപോലെ പുലരി വന്നു തിരിയൊഴിഞ്ഞ സകല സാധകം സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ല. പൊടിയണിഞ്ഞ് ശ്രുതിയുടഞ്ഞ സ്വരവനങ്ങളിൽ അതായിരുന്നു സൂപ്പർ. ചരണത്തില് അടുത്ത ലൈനിലാണ് ഗ്ലൂം വീണത്. ഏത് ഗ്ലൂം അല്ല, ക്രാക്ക് വീണ്, വെള്ളി വീണത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടാ. ഞാൻ ഓർക്കുമായിരുന്നു അതെന്താ വരാത്ത. മതങ്ങൾ ഒരു പാട്ട് പാടിത്തരോ ഇതുപോലുള്ളൊരു ഏകദേശം ഇതുപോലെ? ഇതിപ്പോ ഇത് മണിച്ചേട്ടനല്ലേ ചെയ്തേ, രാജാമണിച്ചേട്ടനാണ്. അപ്പൊ മണിച്ചേട്ടൻ തന്നെ ചെയ്തൊരു പാട്ടുണ്ട്. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്ത്, മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ, തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ, മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ, തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ. എന്തോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ ചെന്നൈയില് മ്യൂസിക് ലോഞ്ച് എന്ന് പറയുന്ന സ്റ്റീഫൻ ദേവിസിയുടെ സ്റ്റുഡിയോയിൽ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു പാതി ദിവസം ചിലപ്പോൾ മണിച്ചേട്ടനായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, അടുത്ത പാതി ഞാനായിരിക്കും റെക്കോർഡ് ചെയ്യണേ. അപ്പൊ ചില ദിവസം മണിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയും, കുട്ടാ ഇന്ന് എനിക്ക് ഫുൾ ഡേ വേണേ എന്ന് പറയും. അതുപോലെ ഞാനും ചേട്ടനോട് പറയാറുണ്ട്, അങ്ങനെ ഷെയറിങ് ചെയ്തിടാം. അപ്പൊ ഉച്ചയാകുമ്പോഴത്തേക്കും ഈ ലഞ്ചിന്റെ സമയത്ത് മണിച്ചേട്ടൻ ഒരു വിഭവ സമൃദ്ധമായ ഒരു സദ്യ പോലെ ഇങ്ങനെ ഫുഡ് വരും. അത് ബീന ചേച്ചിയെ കൊണ്ടുവരണേ. അപ്പൊ ബീന ചേച്ചി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിളമ്പും. അപ്പൊ അതിനിടയിൽ പറയും, കുട്ടനെവിടെ? ചേച്ചി ചോദിക്കും. അപ്പൊ ചേച്ചി പറയും, കുട്ടന് വേണ്ടിയിട്ടാണ് ചിക്കൻ കറി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഭയങ്കര സ്വാദാണ് ചേച്ചി ഉണ്ടാക്കുന്നത്. ഒരു സൂപ്പർ കുക്കാണ്. അപ്പൊ ചേച്ചി ഇങ്ങനെ വളരെ സ്വാദിഷ്ടമായി പല ഭക്ഷണങ്ങളും എനിക്ക് വേണ്ടി മാത്രം കരുതിക്കൊണ്ട് വന്നത് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ മണിച്ചേട്ടൻ എവിടെ ഏത് റെക്കോർഡിംഗ് ആണെങ്കിലും ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഉറങ്ങണം. അപ്പൊ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ശയിക്കാനുള്ള മെത്തൊക്കെ കൊണ്ടുവരും. അപ്പൊ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഡിസ്റ്റർബ് ചെയ്താൽ ഭയങ്കര ദേഷ്യമാണ്. അത് കഴിഞ്ഞാലാണ് പുള്ളിക്കൊരു ആ സിയസ്റ്റ കഴിയുമ്പോഴാണ് പുള്ളിക്കൊരു എനർജി വരുന്നത്. അപ്പൊ ആ എനർജി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരേ കമ്പോസിങ്. പിന്നെ രാമച്ചത്തിന്റെ പെർഫ്യൂം ആയിരിക്കും എപ്പോഴും അടിക്കുക. രാമച്ചത്തിന്റെ ഒരു തൈലുണ്ട്, അതാ തയ്ക്കുക. അങ്ങനെ വളരെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഒരു ഗ്രേറ്റ് കമ്പോസർ. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് ഓർക്കാം.
ടോപ്പ് സിംഗർ സീസൺ 6. ആര് ചേച്ചി? എസ്തർ ബേബി, എന്തോ ഇത് പെർഫോമൻസ് റൗണ്ട് ആയിരുന്നോ അതോ മെലഡി റൗണ്ട് ആയിരുന്നോ? മെലഡി. പക്ഷെ എനിക്ക് പെർഫോമൻസ് റൗണ്ട് പോലെ തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ആ ഡാൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒരു സ്പെഷ്യൽ സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ അപ്പൊ വന്നതാ, ഇനി ഓർമ്മ കിട്ടൂല. അതൊക്കെ മനോധർമാണ്. ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഞാനാണോ അത് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും മിടുക്കിയായിട്ട് പാടി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ വേണ്ടി. പിന്നെ മച്ചേട്ടനും MJ സാറും പറഞ്ഞല്ലോ, നമ്മുടെ ഫീലും ആണ് നമ്മുടെ എസ്തർ ബേബി. നല്ല ഫീല്. ഞാൻ ആലോചിക്കും, ഒരു 2-3 വർഷം കഴിഞ്ഞ എസ്തർ ബേബിയുടെ ആ ഒരു പാട്ട് ഉൾക്കൊണ്ട് ഇങ്ങനെ പാടുന്നത് കേൾക്കാൻ ഭയങ്കര ഫീലായിരിക്കും കേട്ടോ. അതെ, കുറച്ചും കൂടി വലുതായി കഴിയുമ്പോ ആരായിരിക്കും, വേറെ ലെവലാവും. അത്ര അടിപൊളിയാവും എസ്തർ ബേബി. ഇപ്പൊ കുഞ്ഞാവല്ലേ. എല്ലാവരും ഈ പാട്ട് കേൾക്കുന്നവരൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ എവിടെയും സ്റ്റുഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാൽ പറയാൻ തുടങ്ങും. സൗണ്ട് എഞ്ചിനീയറും പിന്നെ അവിടെ വരുന്ന മ്യൂസീഷ്യൻസും മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ആ എസ്തർ കുട്ടി ഉണ്ടല്ലോ എന്തൊരു ഫീലാന്നറിയോ പാടുന്നേ എന്ന് പറയും. അതെ, വേറെ ആരും ഉണ്ടാവില്ല കവച്ചു വെക്കാൻ. അത്ര മിടുകയായിട്ട് പാടും കേട്ടോ. ആസ് ഓഫ് നൗ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. മൊത്തത്തിൽ എസ്തർ ബേബിക്ക് ലിറിക്കൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു ലിറിക്സ് പാടുമ്പോഴത്തേക്ക്. ഈ പറഞ്ഞ പോലെ റാ ഒന്നും ശരിക്ക് വരുന്നുണ്ടായിട്ടില്ല. രാ എന്നാണ് വരുന്നുണ്ടായത്. പല്ലൊക്കെ വന്നില്ലേ? പല്ല് വന്നില്ലേ? ഇനിയിപ്പോ ശരിയാവും കേട്ടോ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഉഗ്രൻ ഡാൻസ് ആയിരുന്നു. അപ്പോ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്ക് ചോദിക്കാം. ഓക്കെ എസ്തർ ബേബി, ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? ഇറ്റ് ഈസ് 96.75 ഔട്ട് ഓഫ് 100. എസ്തർ കുട്ട, ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത ദിവസം കാണാം. ആര്യ ചേച്ചി എന്തോ ആര്യ ചേച്ചി എന്തോ അല്ല, എനിക്ക് സ്നേഹം കൊണ്ട് വിളിച്ചല്ല. ആര്യ ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യം നടക്കാൻ യെസ്, പെർഫോമൻസ് റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ദുർഗ കുട്ടിയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദുർഗ കുട്ടി ഓൺ സ്റ്റേജ്. ദുർഗു, ഹായ്. ഹായ് ദുർഗ. ഇല്ല, പേടിക്കണ്ട ദുർഗ കുട്ടി, ഒരു കുഴപ്പമില്ല. ആര്യ ചേച്ചി അവൾ നോക്കുക. അത് ഈ പെർഫോമൻസ് റൗണ്ട് ആയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. ആര്യ ചേച്ചി ഇങ്ങനെയാവും പെർഫോമൻസ് റൗണ്ട് ആയ. അതുകൊണ്ടാട്ടോ. ഇന്നത്തെ കോസ്റ്റ്യൂം സൂപ്പർ ആണ് കേട്ടോ. നല്ല കളർ അല്ലേ? അതെ അതെ, ചെറുപയറിന്റെ കളറ്. അതെ. ദുർഗു, ഇന്ന് പെർഫോമൻസ് ഒക്കെ ഉണ്ടോ? ഡാൻസ് ഒക്കെ ഉണ്ടോ? ഇച്ചിരിയോ? ശരിയുള്ളൂ. എനിക്ക് കുറേ ഡാൻസ് വേണമായിരുന്നു. ചാല നോക്കാം. ഓക്കെ, ഏതാ പാട്ട്? മാമലയിലെ പൂമരം പൂത്തനാൾ. ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് P. ഭാസ്കരൻ മാസ്റ്റർ, മ്യൂസിക് സലിൽ ചൗധരി സാർ, പാടിയത് വാണിയമ്മയും ജോളി എബ്രഹാം സാറും. മൂവി അപരാധി. ഓൾ ദി ബെസ്റ്റ്. നല്ലോണം പെർഫോം ചെയ്യണേ. ഓക്കെ. യെസ്. ആ
വെരി ഗുഡ്. കോറസ്. ഗുഡ് ജോബ്. ദുർഗക്കുട്ടി, എന്തോ വെരി ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു. പ്രത്യേകിച്ച് സലിൽദയുടെ പാട്ടുകളെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാം അതിമനോഹരം, അതിഗംഭീരം. അപ്പോൾ നല്ല സെലക്ഷനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട്. ഈ പാട്ട് ഇവിടെ ഒന്ന് കൊണ്ട് പാടിയത്. ഇത് എന്ത് റൗണ്ടായിരുന്നു സത്യത്തിൽ? പെർഫോമൻസ്. എവിടെയായിരുന്നു പെർഫോമൻസ്? എവിടെ ഞാനും പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ആദ്യം മുതൽ അവസാനം പാട്ട് വരെ. കഴിഞ്ഞിട്ടും വെയിറ്റ് ചെയ്യാം. വിഷമത്തോടെ ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം പോലും, ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് പോലും ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇച്ചിരി ഞാൻ ഇട്ടായിരുന്നു. അത് എവിടെയായിരുന്നു? ഏതായിരുന്നു അത്? എന്താ എവിടെയായിരുന്നു എന്ന് ഓർമ്മയില്ല. എന്തായിരുന്നു ഇട്ടിരുന്ന സംഭവം? ഇട്ടിരുന്ന ഇങ്ങനെ ഇട്ടായിരുന്നു. അത് കണക്ക് അത് സ്റ്റെപ്പായിരുന്നല്ലേ? ഓക്കെ ഓക്കെ അത് ഓക്കെ. അമ്മ പറഞ്ഞു തന്നായിരുന്നോ? അല്ല. സ്വന്തം അല്ല, പിന്നെ ഗ്ലിപ്സി ആൻറ്റി. അതാരാ അത്? അതാരാ ഗ്ലിപ്സി ഗ്ലിപ്സി? ആൻറ്റി. എസ്റ്ററിന്റെ അമ്മ. വിഭ്രാന്തി ഗേൾസ്. വിഭ്രാന്തി ഗേൾസ് പറഞ്ഞു കൊടുത്ത step ആണോ? ആയിരുന്നു. ഓ, കുറച്ചും കൂടെ ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു കേട്ടോ. പെർഫോമൻസ് റൗണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ പാട്ട് എനിക്ക് അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡിലുള്ള നിർത്തിയില്ലേ സംഗതി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതിന്റെ അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡില്. അതൊന്ന് പാടിയ കേൾക്കട്ടെ. മാങ്കൊമ്പിൽ വിരിയുന്ന പൂ കൊണ്ടുവാ. ആ, ഇപ്പൊ പാടിയപ്പോ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ആ വേറെ വോയിസിലൊരു വൈബ്രേഷൻ ഉണ്ട്, അത് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ പാടിപ്പിച്ചപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്തായാലും മാറ്റിയെടുത്തേ പറ്റൂ ദുർഗക്കുട്ടി കേട്ടോ. ഇപ്പൊ പിലാവിന്റെ കൊമ്പിൽ നിന്ന് പഴം കൊണ്ടുപോവാ, മാങ്കൊമ്പിൽ വിരിയുന്ന പൂ കൊണ്ടുപോകാനുള്ള സംഗതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സുഭാഷ്. പിലാവിന്റെ കൊമ്പിന്ന് പഴം കൊണ്ടുവാ, മാങ്കൊമ്പിൽ വിരിയുന്ന പൂ കൊണ്ടുവാ. വളരെ നൈസ്, വളരെ വളരെ സൂപ്പർ ആയിരുന്നു. ഈ ലാൻഡിങ് നോട്ട്സ് പല സ്ഥലങ്ങളിലും ശ്വാസം കിട്ടാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ലാൻഡിങ് നോട്ട് ശ്രുതി സ്റ്റഡി അല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദുർഗക്കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ ദുർഗു, എന്തോ സുഭാഷ് എത്തി നോക്കിയ ഒരുപാട് ഇടങ്ങളുണ്ടായിരുന്നു. താങ്ക് യു. ഇടയ്ക്ക് എത്തി നോക്കിയത് എൻ മാരന് പ്രിയമുള്ളവടെ കൊണ്ടുപോവാ, അതുണ്ടല്ലോ പാൽച്ചോറിനായി, അവിടെ നന്നായിട്ട് എത്തി നോക്കിയായിരുന്നു. എന്നിട്ട് സുഭാഷ് പറഞ്ഞു സുഭാഷ്. പിന്നെ നിരനിരയായി നുള്ളിടാന്ന് പാടിയില്ലേ, അവിടെ സുഭാഷ് ജനാലിലൂടെ എത്തി നോക്കിയിട്ട് ഹായ് എന്ന് പറയുന്നുണ്ട്. ആ അങ്ങനെ സുഭാഷ് പോയില്ലേ, എന്നിട്ട് ബൈ പറഞ്ഞു. അപ്പൊ സുഭാഷ് അവസാനം നിർത്തിയ സ്ഥലല്ലേ, അവിടെ സുഭാഷ് പറഞ്ഞു ഞാൻ ഇരിക്കണ പോണ എന്ന് ചോദിച്ചു. നിക്കണോ ഞാൻ പോണോ, നിക്കണോ പോണോ, നിക്കണോ പോണോ ചോദിച്ചു അവസാനം സുഭാഷ് ഒരു തീരുമാനത്തിലെത്തി, ഞാൻ പൊക്കളയാന്ന്. അങ്ങനെ അപ്പൊ ആ ശ്രുതി ചേരാതെ നിന്ന പോലെ ഉണ്ട് വെരി എൻഡ്. ആ മാമലയിലെ അതിങ്ങനെ വരച്ച് വരച്ചാ അതങ്ങനെ ഒന്ന് ശ്രുതി ചേർത്ത് നിർത്തും. ശ്രുതി ചേർക്കണം, വേറെ ഇല്ലാണ്ട് സ്റ്റഡി ആയിരിക്കണം. മാമലയിലെ പൂമരം പൂത്ത നാൾ, പൊന്നൂഞ്ഞാലിലാടുന്ന കാറ്റേ വരൂ തോഴി മാമലയിലെ. മാമലയിലേ പാടി. ഇത്ര സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? യെസ്, ഇല്ല. ചെയ്തോ. ശ്വാസം മുഴുവൻ എടുക്കണം. ശ്വാസം ശരിക്കും ശ്വാസം എടുത്തതിന് ശേഷം ഡീപ് ബ്രത്ത്, ഡീപ്. മാമലയിലെ അതെ അതെ, ഓൾമോസ്റ്റ് ഈ ഹാർട്ട് ബീറ്റ് ഇടിക്കണ പോലെ അനുസരിച്ചിട്ടേ മാമലയിലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതെന്താ? ക്ഷീണിച്ചു പോയോ അപ്പത്തേക്കും? ആ തോഴി എന്നുള്ളിടത്ത് ക്രൊമാറ്റിക് നോട്ടാണ്, അത് കുറച്ചും കൂടെ ശരിയാക്കി കൂടെ ദുർഗു എന്ന് സുഭാഷ് ചോദിക്കുന്നു. ഉത്തരം പറയൂ. ശരിയാക്കാം. അത് ശരിയാക്കി പാടിക്കോളൂ. കാണാൻ വരൂ തോഴി മൂവൻ, കാണാൻ വരൂ തോഴി. ആ നോട്ട് കറക്റ്റ് ആയിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം കേട്ടോ. അവിടെ ഇങ്ങനെ അതിനിടയിൽ അല്ലാത്ത പോലെ വന്നുകൊണ്ടാണ് സുഭാഷ് അങ്ങനെ പറഞ്ഞത്. സുഭാഷിനെ സന്തോഷപ്പെടുന്നു കേട്ടോ. അപ്പോഴാണ് സഭാഷ് 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 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ സുഭാഷ് ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്, സുഭാഷ് ഇല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. സുഭാഷ് പറഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ് ബാഗ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ പെർഫോമൻസ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇനി അപ്രോച്ച് ചെയ്യണം. കാരണം അടുത്ത ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത്.
നമ്മൾ ഫിനാലിയിലേക്കാണ് പോകുന്നത്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. Yes. അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ടാലന്റ് ഉള്ള ഒരാളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. എത്രയോ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ചെയ്ത ആളാണ് ആര്? ഞാൻ ഞാൻ. ഞാൻ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, ഓക്കെ മനസ്സിലായോ? മനസ്സിൽ ആക്കുക, ഓക്കെ. അപ്പൊ അവിടെ എത്തും. ഓക്കെ, റൈറ്റ്. Yes. പിന്നെ ടോപ്പ് ബാൻഡ് സൂപ്പർ ആയിരുന്നു കേട്ടോ ഇതില്, പ്രത്യേകിച്ച് റിതം സെക്ഷൻ ആനന്ദേട്ടനും മുരളിച്ചേട്ടനും. ദുർഗു എന്തോ നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ കേട്ടോ. താങ്ക് യു. നല്ല ദുർഗുവിന് പറ്റിയൊരു പാട്ട് സെലക്ട് ചെയ്തു. പക്ഷെ എനിക്കൊരു വിഷമം എന്തായിരിക്കും? പെർഫോമൻസ് അതും ഓക്കെ, അത് പറഞ്ഞല്ലോ, മധുചേട്ടനും MJ സാറും പറഞ്ഞല്ലോ. പിന്നെ എന്തായിരിക്കും? വേറെ അതും പറഞ്ഞല്ലോ. പറയാത്തൊരു പിച്ച്. വിഷമം. പിച്ച് കുറച്ചും കൂടെ കൂട്ടണമായിരുന്നോ എന്നുള്ളതാണ്. കാരണം ദുർഗുവിന്റെ വോയിസ് എപ്പോഴും പറയുന്ന പോലെ ആ റേഞ്ച് അങ്ങനെ അങ്ങ് കിടക്കുക. അപ്പൊ ഈ ബേസിൽ എന്തിനാ പാടുന്നതെന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെ ഒരു സംശയം എനിക്ക് പാട്ടിന്റെ ആദ്യം തൊട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് സ്കെയിൽ അപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ. മാമലയിലെ പൂമരം പൂത്ത നാൾ പൊന്നൂഞ്ഞാലിലാടുന്ന കാറ്റേ വരൂ തോഴി മാമലയിലെ. മാമലയിലേ എന്താ പാടിയ കേക്കട്ടെ. മാമലയിലെ അതാണ് പറഞ്ഞില്ലേ, അത് മാറ്റണം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് പാട്ടിന്റെ ഇത് പിച്ചൊന്ന് അപ്പ് ചെയ്യുമ്പോ എന്താ വെച്ചാൽ ചില പാട്ടിന്റെ ഫ്ലേവർ മാറി. ഈ പാട്ടിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ നമ്മുടെ ഒറിജിനൽ പിച്ച് തന്നെയാണ് നമ്മൾ പാടേണ്ടത്, പക്ഷെ അത് കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആക്കണം. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ട് തോന്നി ഇപ്പൊ പാടിയപ്പോ. രസമുണ്ട് കേൾക്കാൻ വേണ്ടി. അതായിരുന്നു എൻ്റെ ഒരു സംശയം കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും വളരെ വളരെ ദുർഗുവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലെസൺസ് ഇന്ന് പഠിച്ചു. അത് ഇന്ന് പഠിക്കണം. അത് ആ പെർഫോമൻസ് റൗണ്ട് ആകുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യണം. എന്താണോ ആ റൗണ്ട് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇത് നമ്മൾ തിരിച്ച് നമ്മുടെ പെർഫോമൻസിൽ കൊടുക്കണം. അത് മെലഡി ആണെങ്കിൽ മെലഡി ഊന്നിക്കൊണ്ട് പാടണം, പെർഫോമൻസ് റൗണ്ട് ആണെങ്കിൽ പെർഫോമൻസ് അതിനനുസരിച്ചിട്ട് വരണം. യെസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? വിറയൽ മാറ്റണം. നമ്മൾ നല്ല ബ്രെത്ത് കൺട്രോൾ ഉണ്ടായിരിക്കണം, എപ്പോഴും നല്ല ആരോഗ്യവതിയായിരിക്കണം കേട്ടോ. ഓക്കെ, യെസ്, ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇതില് ഏകദേശം ഇതേപോലെ തന്നെയാണ് മറ്റേ ഓളങ്ങളെ അതിന്റെ അനുപല്ലവി, അത് ചരണം ഏകദേശം ഇതേ റൂട്ടിൽ തന്നെയാണ് സലിത ചെയ്തിരിക്കണേ. ഒന്ന് പാടിത്തരുമോ മധുങ്ങളെ? നീ കണ്ടു മോഹിച്ച പൊന്മത്സ്യമായി നീരാഴിയിൽ നീന്തി ഞാൻ പോവതായി. നീ കണ്ടു മോഹിച്ച പൊന്മത്സ്യമായി നീരാഴിയിൽ നീന്തി ഞാൻ പോവതായി. കണ്ടു കിനാവുന്നു ഞാൻ ഇന്നലെ നിൻ തോണി നിറയുന്നു പവിഴങ്ങളാൽ. ഈ തിരയിലാടുന്നതെൻ മോഹമോ നിൻ തോണിയോ. ഓളങ്ങളെ ഓടങ്ങളെ വെള്ളിമണി തുള്ളുന്ന ചന്തങ്ങളെ തീരത്തു പൂവരശു പൂവിട്ടിതാ. നീരാഴിയും പാലാഴിയായി ഒരു നോക്കിൽ വിരിയും പൊൻപൂക്കളായി. ഓളങ്ങൾ മുറിയേ ഓടങ്ങൾ വാ തുള്ളുമോളങ്ങളിൽ കന്നിയോടങ്ങൾ വാ. ഹായ്. അപ്പൊ ആ സന്തോഷത്തിൽ ദുർഗക്കുട്ടിയുടെ മാർക്ക് അറിയാം അല്ലേ? യെസ്. ദുർഗുന് ഇന്ന് 100ൽ 97. ദുർഗക്കുട്ട പറഞ്ഞതൊക്കെ എന്ത് ചെയ്യും? കേട്ടിട്ട് അടുത്ത പ്രാവശ്യം അതെ, ഗുഡ് ഗേൾ. ടാറ്റാ. എനിക്കൊരു കാര്യം പറയാം. എന്തായിരുന്നു? എന്തായിരുന്നു ദുർഗ പറയാനുള്ളത്? ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ എന്റെ ആന്റിയും അങ്കിളും വന്നിട്ടുണ്ട്, ഫാമിലി ഫ്രണ്ട്. ഹലോ. ആണോ? ഹലോ ഹായ്. എന്താ പേര്? എന്റെ പേര് പ്രിയ. പ്രിയ. ഹായ് പ്രിയ. എന്റെ പേര് അൽഫോൺസ്. അൽഫോൺസ്, നൈസ് നെയിം. അഭിലാഷ് ജോസഫ്. അഭിലാഷ്. വളരെയധികം സന്തോഷം. ഹാപ്പി അല്ലേ എല്ലാരും? ഓക്കെ. അപ്പൊ ഇനിയും വരണം. താങ്ക് യു ദുർഗക്കുട്ടി. ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. MJ സർ, അടുത്ത ആരാ വരാൻ പോകുന്നതെന്ന് അറിയോ? നമ്മുടെ ദിയക്കുട്ടി. മിനുടാ, എന്തോ
ദിയയുടെ പാട്ട് കേട്ടിട്ട് എത്ര നാളായി? അതെ, കഴിഞ്ഞ 2 ഷെഡ്യൂൾ ആയിട്ട് ദിയക്കുട്ടി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? അതെ അതെ. ദിയ ഫാമിലിയിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ദിയ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറെ നല്ല പാട്ടുകൾ മിസ്സായിട്ടുണ്ട് ശരിക്കും. പാട്ട് മാത്രമല്ല, മിഠായി മഴയും നമുക്ക് മിസ്സായിട്ടുണ്ട് മെയിൻ ആയിട്ട്. പക്ഷേ കുടഞ്ഞേട്ടാ, കഴിഞ്ഞ തവണ വന്നപ്പോ കുറച്ച് മാർക്ക് കുറവായിരുന്നു, കുറച്ച് താഴത്തേക്ക് പോയായിരുന്നു ദിയ. അതിനൊക്കെ ഒരു വലിയ വ്യത്യാസം വരും ഷുവറായിട്ടും. ഇത്തവണ കലക്കുമായിരിക്കും അല്ലേ? ഇപ്രാവശ്യം എന്തായാലും ഒരു തിരിച്ചുവരവുണ്ടാവട്ടെ. പിന്നെന്താ. യെസ്. എന്തോ ദിയക്കുട്ടനെ വിളിച്ചോ. അതെ, നമ്മൾ കംബാക്ക് കാണാൻ പോവാണ് അല്ലേ? യെസ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ദിയക്കുട്ടി. മിസ് ചെയ്തോ? എനിക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. എവിടെയായിരുന്നു? എന്താ പറ്റിയത്? അത് ഒരു ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫാമിലി ഫംഗ്ഷൻ എന്തായിരുന്നു? ഇനി കല്യാണം? ബർത്ത്ഡേ ഫംഗ്ഷൻ. ബർത്ത്ഡേ ബർത്ത്ഡേ ഫംഗ്ഷൻ. ഫംഗ്ഷൻ. എന്നിട്ട് പാട്ടൊക്കെ പാടിയോ? പാട്ടൊക്കെ പാടി. ആരുടെ ആയിരുന്നു ബർത്ത്ഡേ? അത് എന്റെ അമ്മയുടെ അനിയന്റെ. അമ്മയുടെ അമ്മാവന്റെ അങ്കിൾ. അമ്മാവനാണോ? അമ്മയുടെ മാമൻ. അതായത് അമ്മാവൻ. അവന്റെ ബർത്ത്ഡേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ മിസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇങ്ങനെയൊക്കെ മിസ് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾക്ക് അതിനേക്കാളും മിസ് ചെയ്യും ദിയക്കുട്ടിയെ. ശരിക്കും മിസ് ചെയ്തു. 2 മാമന്മാര് ഇവിടെ ഉണ്ട്. MJ മാമനും മധുമാമനും. കേക്കണ്ടേ പാട്ട്? പിന്നെ അവിടെ കുറച്ച് മാമന്മാര്. MJ അങ്കിൾ എന്തോ ഒരു മാറ്റം പോലെ. കുറച്ചുകൂടെ സുന്ദരനായിരുന്ന ആന്ന് ഞാനും പറഞ്ഞില്ല മാറ്റം. അത് 2 ഷെഡ്യൂൾ കാണാത്തോണ്ട് തോന്നുന്നതാ. എനിക്കത് കേട്ട് കേട്ട് മതിയായി. എല്ലാരും പറഞ്ഞു. എല്ലാരും പറയാം കേട്ട് മടുത്തിരിക്കാതെ. ഞങ്ങൾ ഇനി പറയുന്നില്ല മാറ്റം അല്ലെ, ഒരു വെറൈറ്റിക്ക് വേണ്ടി അഹങ്കാരമല്ല, അഹങ്കാരമല്ല, അഹംബോധമാണ് വേണ്ടത്. എനിക്കൊരു സംശയം. ഞാൻ കോൾ ചെയ്യട്ടെ? ഹലോ, ഈസ് ഇറ്റ് 665557? Yes. Can I speak to Sunitha Menon, please? No. Why? Why the why? I don't know. Wrong number ആണോ? Yes, it's wrong number. ഫോൺ Hello my dear wrong number. ലാലേട്ടന്റെ ആദ്യത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. പ്രിയൻ ചേട്ടനും ലാലേട്ടനും കൂടെ ചേരുമ്പോഴത്തേക്കും അത്തരം ബ്യൂട്ടിഫുൾ 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 സിനിമകളാണ് ഉണ്ടായിട്ട്. അതിലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് എത്ര കാലം കഴിഞ്ഞാലും. അപ്പൊ അങ്ങനെയുള്ളൊരു വൈബുള്ള പാട്ടാണ്, സ്റ്റേജ് തൂക്കുന്ന പാട്ടാണ്. അപ്പൊ പാടിക്കൂ. Okay. പക്ഷേ All the best. പാട്ടിനെ പറ്റി പറയൂ. Film Hello my dear wrong number. Year 1986. മ്യൂസിക്. അല്ലേ? എന്താ പ്രശ്നം അവിടെ? ശരിയാണ്, വളരെ ശരിയാണ്. എന്തേ ബർത്ത്ഡേ ഒക്കെ കൂടി വന്നപ്പോഴത്തേക്കും? ഇല്ല. ഓക്കെ. മ്യൂസിക് രഘുകുമാർ സർ, ലിറിസിസ്റ്റ് രമേശൻ സർ, പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മ. വെരി ഗുഡ്. എനിക്കൊരു കാര്യം പറയാം. എന്താ അത്? ഞാൻ വീട്ടിൽ പോയപ്പോ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി. അപ്പോ ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അവിടെ എന്നെ അറിയണ ആരും ഉണ്ടാവില്ല, ടോപ്പ് സിംഗർ തിരിച്ചറിയില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു 2 പേരെങ്കിലും ചിലപ്പോ ഉണ്ടാവും. അങ്ങനെ ഞങ്ങള് ബെറ്റ് വെച്ചു. അങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോ 11 ഫാമിലി എന്നെ കണ്ടു. കൂട്ടിയ 44 പേര്. അതെ. സൂപ്പറാണല്ലോ. ടോപ്പ് സിംഗറിൽ എല്ലാവരും അന്വേഷിച്ചു, ജഡ്ജസിനെയും ഇവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെയും ചേച്ചീനെയും. ഓ, അങ്ങനെ അച്ഛൻ അതിവിജയകരമായി വിജയിച്ചു. അച്ഛനാണ് വിജയിച്ചെങ്കിലും ആക്ച്വലി മോളാണ് വിജയിച്ചത് അല്ലെ? അത്രയും പേര് തിരിച്ചറിയാതെ ഇങ്ങനെ ഇത്രയും നന്നായി പാട്ടൊക്കെ പാടി ദിയക്കുട്ടിക്ക് അത്രയും ഫാൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞ വേറെ തന്നെ ഒരു കാര്യല്ലേ? അപ്പൊ ഇന്നത്തെ പാട്ട് കേൾക്കാം. പെർഫോമൻസ് ആളെ കൂടിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. Is it 66557? Yes. May I speak to Miss Diya Rajit? No, it's wrong number. തുളുമ്പും
വെരി ഗുഡ്. എന്താ ചേച്ചി? വാട്ട് എ പെർഫോമൻസ്. താങ്ക് യു. എന്തൊരു എഫേർട്ട്ലെസ് ആണെന്നറിയോ. ഓരോ ട്രാൻസിഷൻസും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദിയ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് തോന്നും പലപ്പോഴും. ദിയയുടെ പെർഫോമൻസ് കാണുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രോ വന്നു, അതിനുശേഷം പാട്ടിലേക്ക് കടന്ന്, പാട്ടിന്ന് പിന്നെ അനുപല്ലവിക്ക് മുന്നേ ഒരു BGM വന്ന് അവിടെ ഡാൻസ് ചെയ്തു, BGMത്തിന് ശേഷം പിന്നെ നേരെ പാട്ടിലേക്ക് കടന്നു. പക്ഷെ ഓരോ ട്രാൻസിഷനും എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൂത്ത് ആയിട്ടാണ് ദിയക്കുട്ടി കൈകാര്യം ചെയ്യുന്നത് എന്ന് എനിക്ക് ഇന്നത്തെ പെർഫോമൻസിൽ തോന്നിയത്. ഇറ്റ് വാസ് സോ ഗുഡ് കേട്ടോ. മൊത്തത്തിൽ തോന്നിയത് ഒരു എന്താ പറയാ, ഒരു ലുക്കിംഗ് ഫോർ അപ്രൂവൽ, അങ്ങനെ ഒരു സാധനം. അതായത് ഇങ്ങനെ പാടി കഴിഞ്ഞിട്ട് ഞാൻ പാടിയത് ശരിയായോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു നോട്ടം എവിടെയോ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. ഇന്ന് ഒരു ഇങ്ങനെ ഒരു നോട്ടം, ഡാൻസ് സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഓക്കെ അല്ലേ എന്ന് ചോദിക്കണം. അതുപോലെ ഒരു നോട്ടം ഉണ്ടായിരുന്നു ഇന്ന് മൊത്തത്തിൽ ദിയയുടെ പെർഫോമൻസിൽ. സാധാരണ അത് കാണാറില്ല. സാധാരണ ദിയക്കുട്ടി നല്ല കോൺഫിഡന്റ് ആയി വന്ന് മിടുകിയായി വന്ന് പാട്ടൊക്കെ പാടി സ്റ്റേജ് തകർത്ത് പോകുന്ന ദിയക്കുട്ടി ഇന്ന് ചെറുങ്ങനെ ഒരു കറക്റ്റ് അല്ലേ, ഓക്കെ അല്ലേ, അങ്ങനെ ഒരു രീതിയിൽ ഒരു നോട്ടം ഇന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് മൊത്തത്തിൽ ഫീൽ ചെയ്തത്. ആകെ ഒരു അനുപല്ലവിയും ചരണം, അനുപല്ലവിയിൽ ആ ഗാനങ്ങളിൽ എന്ന് പറഞ്ഞ ഭാഗം, ചരണത്തിൽ അതേ സ്ഥലം കണ്ണീരിലും അവിടെ രണ്ട് സ്ഥലത്തൊരു
ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു കേട്ടോ. അത് ഒന്നുകൂടെ പാടുന്നോ? ആണോ? ആ. നീ എൻ ഗാനങ്ങളിൽ. യെസ്, അതുപോലെ കണ്ണീരിലും സെയിം. അങ്ങനെ ഒരു ഇത് മാത്രമേ തോന്നിയുള്ളൂ. മൊത്തത്തിൽ അതാണ് എനിക്ക് ഇന്നത്തെ പെർഫോമൻസിനെ പറ്റിയിട്ട് തോന്നിയത്. മിടുക്കിയാണ്, മിടുക്കിയാണ്. പക്ഷെ ദിയയുടെ പവർ ദിയ റിയലൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇവിടെ എന്താ സാർ? എനിക്കിത് പക് പക് പാട്ടാണ്. പക് 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 പണ്ട് പോലെ എനിക്ക് തോന്നുന്നു. അത് നിർത്തല്ലേ, കുട്ടിക്ക് വിഷമാവും, നിർത്തല്ലേ. അപ്പൊ ഈ പക് പക് ഋതമുണ്ടല്ലോ, അത് ഭയങ്കര രസമുള്ളതാണ്. അപ്പൊ 1 2 3 നീയൻ അല്ലെ, അത് എടുക്കുന്ന ഇടങ്ങൾ കൃത്യമാണ്. പക്ഷെ കുറച്ചും കൂടെ അവിടുന്ന് ജമ്പ് ചെയ്താൽ നന്നായിരിക്കും. ഒരു ടേക്ക് ഓഫ് വേണം ഓരോ സ്ഥലത്തും. പക്ഷേ ഇന്ന് ദിയക്കുട്ടിയുടെ ടാലന്റ് ഓൺലൈൻ ആയിരുന്നു. അതൊരു പ്രത്യേകത ഉള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഓഫ്ലൈൻ ആയിരുന്നോ എന്നൊരു സംശയം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തിരിച്ചാലോചിക്കുമ്പോ അല്ല കേട്ടോ, അന്നും ഓൺലൈൻ തന്നെ ആയിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചും കൂടെ വൈഫൈ കണക്ഷൻ കറക്റ്റ് ആയിട്ട് ട്രാക്കിലേക്ക് വീണ്ടും ട്രാക്കിലേക്ക് വീണു. ട്രാക്ക് തെറ്റിയായിരുന്നു കഴിഞ്ഞ തവണ. പിന്നെ ട്രാഫിക് ജാം ഇല്ലായിരുന്നു. അതെ, നോട്ട്സിന്റെ ട്രാഫിക് ജാം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. എപ്പോഴും പ്യുവർ സ്കില്ലാണല്ലോ, അതാണല്ലോ അല്ലേ മെയിൻ. വേറെ ചീറ്റ് കോഡ്സ് ഒന്നുമില്ല, പ്യുവർ സ്കില്ലാണ് എപ്പോഴും ദിയക്കുട്ടി എന്ന് പറയുന്നത്. ആ സ്കിൽ ഇവിടെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനും ഈ പെർഫോമൻസിൽ കാണാനും സാധിച്ചിട്ടുണ്ട്. അതിനൊരു നല്ലൊരു കൈ കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല മകളെ. പിന്നെ എന്താ വെച്ചാ ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കും തോന്നി. ബിറ്റ് വൈ അത് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും പ്യുവർ സ്കിൽ വന്നിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും ടാലന്റ് ഓൺലൈൻ ആയിരിക്കുന്ന ആളാണ്. ഒരു ട്രാഫിക് ജാമും ഒരിക്കലും നോട്ട്സിന് വരാത്ത ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഒരിക്കലും കോൺഫിഡൻസിൽ കുറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ശബ്ദത്തിന് സ്വാതന്ത്ര്യം കുറവുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഒട്ടും വിഷമിക്കണ്ട, നന്നായിട്ട് സബാഷായിട്ട് വരേണ്ട പെർഫോമൻസസ് ആണ്. അപ്പൊ ഇന്ന് കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറഞ്ഞതിന്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ നീയൻ ഗാനങ്ങളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ആ ഗാനങ്ങൾ ആ സംഗതി കറക്റ്റായിട്ട് കിട്ടുമോ എന്നൊരു സംശയമുണ്ട്, ഇല്ലേ? സത്യല്ലേ? അപ്പൊ സീരിയസ് ആയി പോയി. പാട്ട് നല്ല രസമായിട്ട് ആ എന്താണ് ടെലിഫോൺ റിംഗ് ബെൽ ഇതൊക്കെ കേട്ട് നല്ല രസമായിട്ട് പക് പക് പക്കായിട്ട് നമ്മളിങ്ങനെ പക് പക് പക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ പക് പക്ക് പെട്ടെന്ന് കട്ടായി ഈ സീരിയസ് ആയപ്പോ. അതുപോലെ തന്നെയാണ് നീയൻ കണ്ണീരിൽ വന്നപ്പോ അവിടെയും സംശയമുണ്ട്. അപ്പൊ സംശയം ലേശം വേണ്ട കുട്ടിയെ. വെരി എൻഡില് ലാല എന്ന് എൻഡ് ചെയ്തില്ലേ, ഏറ്റവും അവസാനം ഒരു കർണാട്ടിക് സംഗതി ഞാൻ കേട്ടു. അത് വേണ്ട, എക്സ്ട്രാ ഒരു സംഗതി ആഡ് ചെയ്തോ? അത് പഠിക്കേ. അതില് ആ വെരി എൻഡ് അങ്ങനെ തന്നെ ആയിരിക്കാം നോട്ട്സ്. പക്ഷെ അത് പാടുന്ന കുറച്ചും കൂടെ ലൈറ്ററായിട്ട് പാടി അവസാനിപ്പിക്കണം. അവിടെ ഒരു കർണാട്ടിക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നുണ്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റ് ഈ പാട്ടിന് നല്ലതല്ല എന്ന് ഒരു തോന്നൽ അങ്കിളിന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടും. അങ്ങനെ അങ്ങ് പാടി കൂളായിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ. May I speak to Miss Diya Rajit? Yes, you may. Okay. അപ്പൊ എനിക്കും ഈ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. MJ അങ്കിളും ദിയയും പറഞ്ഞ ഒരു സംശയത്തിന്റെ നിഴല് ആ മുഖത്തുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഗാനങ്ങളും കണ്ണീരും കൂടി ഇങ്ങനെ മനസ്സിൽ ആദ്യമേ മുതൽ ഇങ്ങനെ അത് ശരിയാവോ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു തോന്നുന്നു പാട്ടിലുടനീളം. അതായിരുന്നു മനസ്സിൽ പാടി തുടങ്ങിയപ്പോൾ മുതൽ അവിടെ ശരിയാവോ എന്തോ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് ദിയക്കല്ലേ അറിയൂ. ദിയയുടെ മനസ്സൊന്നും വായിച്ചെടുക്കാൻ എനിക്ക് അറിഞ്ഞൂടല്ലോ. ഓക്കെ. അപ്പൊ ആ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ MJ അങ്കിള് പറഞ്ഞ കാര്യങ്ങള്. ദിയക്കുട്ടി, ആ രാഗം ഒന്നുകൂടി കേൾക്കട്ടെ. കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ നിന്റെ ചുടിയ
മടിയിൽ വിരിയും മലരിനളികൾ മധുനുകരു One, two, three, four. 98.75. സന്തോഷായോ? ഓ സന്തോഷായി. സന്തോഷ് ട്രോഫി ഓ ഇതെടുത്തോ. ഡബിൾ സന്തോഷ് ട്രോഫി. Oh, she's back to track. അതെ. Yes. അപ്പോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ നമ്മുടെ ദിയോകുട്ടിയാണ്. ഓക്കെ. Hey. ആ പ്രൈസ് കൊടുക്കുവാനായി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രന്റെ വേദിയിലേക്ക് ഞാൻ പറയും എങ്ങാനും വിളിച്ചാലോ അതുകൊണ്ട് yes. വെൽക്കം എം ജെ. മക്കളെ പുതിയ ഉടുപ്പൊന്നും ഇട്ടേ? വേണോ? ഒരു പുതിയ ഉടുപ്പ് വേണോ? ഇതാ കിൻഡർ മോക്സിന്റെ വകയുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുഞ്ഞു സൂപ്പർ സ്റ്റാറിന് ഒരു സൂപ്പർ സ്റ്റൈലിഷ് ഗിഫ്റ്റ് ആണ് കിൻഡർ മോക്സിന്റെ വക. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണം. ഓക്കെ സാർ. ഓക്കെ. സ്കിൽ ഉള്ള ആളാണ്, ടാലന്റ് ഉള്ള ആളാണ്, ഒന്നിലും സംശയം വേണ്ട കേട്ടോ. ആരുടെ അപ്രൂവലിന്റെ ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് മൂവ് ചെയ്യുക, കോൺഫിഡൻസ് തിരിച്ചു പിടിക്കുക. ഓക്കെ, എന്ത് തിരിച്ചു പിടിക്കും? കോൺഫിഡൻസ്. വരണം, വരണം, ഇവിടെ കാണണം, കീഴടക്കണം. കീഴടക്കണം. എങ്ങനെ? വരണം, ആ. കാണണം, കീഴടക്കണം. യെസ്. Yes. അപ്പോൾ ഞങ്ങൾ പറയും വന്നു, കണ്ടു. നമ്മുടെ കുഞ്ഞു സൂപ്പർ സ്റ്റാറിന് ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ് ഫ്രം കിൻഡർ മോക്സ് കേട്ടോ. താങ്ക് യു. ബൈ ബൈ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് ദേ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പ്രേക്ഷകർക്ക് ഇന്നത്തെ പാട്ടുകളും പെർഫോമൻസും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്ന് തൽക്കാലത്തേക്ക് ടാറ്റ പറയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.